എത്ര ദിവസമായി നാവിന് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട്. മീൻ കൂട്ടിയ കാലം മറന്നു. മീൻകാര് വരാറില്ലടി സീതേ? മീൻകാരൊക്കെ വരുന്നുണ്ടമ്മേ. പക്ഷെ മീൻ്റെ വില കേട്ടാ വാങ്ങാൻ തോന്നണ്ടേ? തോന്നില്ല. നീയേ ഭാസ്കരനേക്കാൾ പിശുക്കിയ. ചക്കയും ചങ്കരനും. അമ്മയുടെ തനി സ്വഭാവം ആ കൊച്ചിന്. മീനില്ലാഞ്ഞിട്ടേ ഇന്നലെ രാത്രി അവളൊന്നും കഴിക്കാതെ കിടന്ന് പച്ചക്കറി കൂട്ടി മടുത്തൂത്രേ. തീ പിടിച്ച വിലക്കേ മീൻ വാങ്ങിച്ച് കഴിക്കാനുള്ള വരുമാനം അവളുടെ അച്ഛനുണ്ടോ? അതവൾ ഓർക്കണ്ടേ? ഇങ്ങനെയൊരു കൊച്ച്. കണ്ണടച്ച് തുറക്കുന്ന പോലെയല്ലേ കാലങ്ങളുടെ പോക്ക്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ 8 കൊല്ലാ കാത്തിരുന്നേ. എന്തെല്ലാം വഴിപാടുകൾ കഴിച്ചു. അവസാനം ഗുരുവായൂരപ്പന്റെ കൃപയാ എന്റെ കൊച്ച്. ഈ തനൂല് 19 തികയാ. അല്ല, ഇത്തവണ പിറന്നാളിന് ഗുരുവായൂർക്ക് പോണില്ലേ? പതിവ് പോലെയാ. ഈ കിളവിക്കിങ്ങനെ ആയുസ് നീട്ടി കിട്ടിയതുകൊണ്ട് ഇത്തവണ നിന്റെ പോക്ക് മുടങ്ങി. ഈ പ്രായം വരെയൊന്നും മനുഷ്യരിട്ടേക്കരുത്. മറ്റുള്ളവർക്കത് കഷ്ടപ്പാടാ. ഈ അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? ചോറിന് വർത്താനേ വായിൽ വരില്ലോ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. തെണ്ടിത്തരല്ലേ സാഹിബേ ആ കൂട്ടർ കാണിച്ച്? പൊന്നും പണമൊക്കെ തീരുമാനിച്ചിട്ടല്ലേ നമ്മുടെ ആളുകള് ആൾക്കാരെയും കൂട്ടുന്ന കല്യാണം ഉറപ്പിക്കുക. ഇത് കല്യാണം ഉറപ്പിച്ച് തീയതി നിശ്ചയിച്ച് വായേറ് നിറയെ ബിരിയാണിയും കഴിച്ചു പോയിട്ട് പിന്നെ ശ്രീധനം പോരാന്ന് പറഞ്ഞ് കല്യാണം ഒഴിയുക. ആ ചെക്കൻ്റെ ഉപ്പാന്റെ കകളത്തോടെ കൊടുക്കുക വേണ്ടത്. ജാഹിലി. കാര്യമില്ല ഉസ്താദെ. ഫറലിനേക്കാൾ സുന്നത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന കൂട്ടരാ നമ്മുടെ നാട്ടിലെ സമുദായം. ഉദ്ഘാടനത്തിൽ നിലവിളക്ക് കത്തിച്ച അത് അനിസ്ലാമികം. അല്ലാഹുവിന്റെ റസൂല് മഹത്വപ്പെടുത്തിയ ഒന്നാ മഹർ. ആ മഹറിനെ നല്ലൊരു തുക സ്ത്രീധനമായി വാങ്ങി അതിനെ പിച്ചക്കാശാക്കി മാറ്റിയിട്ട് അതിലൊരു അനിസ്ലാമികം കാണാൻ ഇവിടെ ആർക്കും കഴിയില്ല. അങ്ങനെ ആയിപ്പോയി നാട്. എന്നാ ഞാൻ ഇത് കൂടുതലാണല്ലോ സാഹിബേ. എന്താ അവര് വീണ്ടും വിളിച്ചാ? അല്ല, എന്താ പറയണ്ടെന്ന് പറഞ്ഞില്ല. ആ ഇത് പണിയുണ്ടായിരുന്നില്ല ഭാസ്കര? ഉണ്ടായിരുന്നു, നേരത്തെ നിർത്തി. കരീംക്ക് അന്വേഷിച്ചെന്ന് പറഞ്ഞേ. ആ ഇത് സഭയെ വീട്ടിൽ വന്ന് വാങ്ങിച്ചതാ. പിന്നെ തന്നാലും മതി. ഇല്ല വെച്ചോ, പിന്നെ വാങ്ങാല. ആ കരീംഖാനെ കാണട്ടെ. ആ അന്വേഷിച്ചെന്ന് പറഞ്ഞു. തെക്കേ പറമ്പിൽ കുറച്ച് പണിയുണ്ട്. നാളെ വാ. അയ്യോ, അത് നാളെ കഴിഞ്ഞ് മോളെ പിറന്നാളാ. ഗുരുവായൂര് മോളെയും കൊണ്ട് തൊഴാൻ പോണ പതുകൊണ്ടേ. ആണോ? എന്നാ അത് കഴിഞ്ഞ് വന്നാ മതി. വൈകരുത്. ഇല്ല, മഴ പിടിച്ചാ പിന്നെ ഒന്നും നടക്കൂല. ഞാനാ വഴിക്ക്. ആയിക്കോട്ടെ. ആ പുതുതായി വെച്ച തെങ്ങിനെല്ലാം വളമിടാൻ സമയമായി. പോയേക്കാം. അച്ഛൻ ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാന്നാ വിചാരം. പണി നേരത്തെ കഴിഞ്ഞു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴാ കൊച്ചു വരാൻ നേരമായല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ കാത്തു നിന്നതാ. ഇതച്ഛന്റെ സ്ഥിരം ഡയലോഗ്. ഓടാ. കാറിലാണ് പോകുന്നതെങ്കിൽ അമ്മാമ്മേനെയും കൊണ്ട് പോയായിരുന്നു. ഇതിപ്പോ ഗുരുവായൂർ വരെയൊക്കെ കാറ് പിടിച്ചു പോകാന്ന് വെച്ചാൽ രൂപ എത്രയാവും? ഇനി അമ്മാമ്മേനെ ബസ്സിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ റോഡ് അത്രയും കുണ്ടും കുഴിയാണ്. കയറി ഇറങ്ങി അതൊരു പരുവമാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പം മരുന്നും കഷായം ഒഴിഞ്ഞ നേരം. അയ്യോ, ഇതെന്തു പറ്റി? സ്കൂട്ടർ കേടായോ? ഇതിപ്പോ ശരിയോ? ഭാസ്കരന്റെ സഹായം വല്ലതും വേണോ? ഏയ് വേണ്ട. പോട്ടാ.
അച്ഛന്റെ ഒരു കാര്യം, ഉം. അത് സ്കൂട്ടറല്ല ബൈക്കാ. ആഹാ. ശ്ശോ, കാണിച്ചു പോയി. അതിന് നീ എന്തിനാ നാണിക്കുന്നത്? എന്തായാലും അത് മോട്ടോർ സൈക്കിൾ തന്നെയല്ലോ. ഭാസ്കര, ആ 2 ദിവസത്തെ പണിയുണ്ടല്ലോ ഭാസ്കര, നാളെ അങ്ങോട്ട് വരുമോ? അയ്യോ, നാളെ മോളെയും കൊണ്ട് ഗുരുവായൂർ തൊഴാൻ പോണല്ലോ. കഴിഞ്ഞു വന്നിട്ട് 2 ദിവസം മംഗലത്തെ കരിംകായ്ക്ക് പണിയുണ്ട്. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ അതുകൂടി കഴിഞ്ഞിട്ട് പോയോ? ഓ, അങ്ങനെയാവാം. ദാ. ഉം. അതെ, ഈ ഗുരുവായൂർക്ക് പോണെന്ന് അമ്മയ്ക്ക് നല്ല മോഹമുണ്ട്. ഞാനും അമ്മയും കൂടി വന്നാലോ? ഹോ, അത്ര ബസ് കയറി ഇറങ്ങി പോയി വരാനുള്ള ശേഷി അമ്മയ്ക്കുണ്ടാ? നീ അതെന്തറിഞ്ഞിട്ടാ? നമുക്കൊരു ടാക്സി പിടിച്ചു പോയാലോ? ഏ? ടാക്സിയാ? സീതയെ കുറച്ച് കൂടുന്നുണ്ട്. ഒരു ടാക്സി ഗുരുവായൂർ പോയി വരാൻ രൂപ എത്രയാവും അറിയാം? നിനക്കൊന്നും കാശിന് ഒരു വിലയില്ലേ? അത്ര വലിയ ആഘോഷമൊന്നും വേണ്ട. ടാക്സി. അമ്മയെ കല്യാണം കഴിച്ച ആദ്യ കാലത്തൊന്നും അച്ഛനിങ്ങനെ ദൈവത്തിലും ഈശ്വരനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ മുത്തുണ്ടായതിന് ശേഷമല്ലേ 8 കൊല്ലം എത്ര വഴിപാടുകൾ നേർന്നു. അവസാനം ഗുരുവായൂരപ്പന്റെ കൃപയാ എൻ്റെ മുത്ത്. അന്നമ്മ ഗുരുവായൂരപ്പന് കൊടുത്ത വാക്ക എല്ലാ പിറന്നാളിനും മുത്തിനെ കൊണ്ടുവന്ന് തൊഴിച്ചോളാന്ന്. കല്യാണം കഴിച്ചു വിട്ടാലും ഇത്